ഹലോ മുത്തുമണിയിലെ എന്തൊക്കെ പാട് സുഖല്ലേ? അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മമ്മൂക്ക കൊച്ചിയിൽ ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു മമ്മൂക്ക കൊച്ചിയിൽ വരുമ്പോൾ ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, അദ്ദേഹത്തിന് ഒരു ജനക്കൂട്ടം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ. അത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് ഇന്നലെ സംഭവിച്ചത്. അദ്ദേഹത്തിന് തലങ്ങും വിലങ്ങായിട്ട് മന്ത്രിയും MLA ഒക്കെയാണ് അദ്ദേഹത്തിന് എസ്കോർട്ടായിട്ട്, പിന്നെ പോലീസും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ എസ്കോർട്ടായിട്ട് വരുമ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്നതിനേക്കാളും ഒരു റോയൽ എൻട്രി ചെയ്യുന്നു കേട്ടോ. കാരണം അദ്ദേഹം വരുന്നത് കാത്തിട്ട് ഒരുപാട് TV ചാനലുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധക വൃന്ദങ്ങളും എല്ലാത്തവരും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ഇന്നലെ വെയിറ്റ് ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടില് വരെ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കലൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കാരണം മമ്മൂക്ക എന്നൊരു വ്യക്തി, അദ്ദേഹം നമുക്ക് നേരെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു പരുക്കനായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു കുട്ടിയുടെ മനസ്സാണ്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ഒരുപാട് ആളുടെ ജാതി മത ഭേദമന്യേ പ്രാർത്ഥനകളുമായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ഒരു പ്രാർത്ഥന, ഒരുപാട് ആളുകൾ പ്രാർത്ഥന അദ്ദേഹത്തിന് പഴയതിനേക്കാൾ ചുറുചുറുക്കായിട്ട് അദ്ദേഹത്തെ തിരിച്ചു വരാൻ പറ്റിയത്. ഞാൻ സത്യം പറഞ്ഞാല് എന്താ പറയാ, നമ്മുടെ ഹൈദരാബാദിലെ അദ്ദേഹത്തിനെ കണ്ട ആ ഫസ്റ്റ് ടൈം കണ്ടതിനേക്കാളും ചുറുചുറുക്കാർ ഉഷാറായിട്ടാണ് അദ്ദേഹം ഇന്നലെ കൊച്ചി വന്നപ്പം നല്ലൊരു എന്താ പറയുക, നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ഇന്നലെ കാണാൻ പറ്റിയത്. അദ്ദേഹത്തോട് എന്താ പറയാ വെച്ചാല്, നിങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നിങ്ങളിലൂടെ തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി അദ്ദേഹത്തിന്റെ തേരോട്ടമാണ്. അദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. കൊച്ചിയിൽ വന്നതിന് ശേഷം ഞാൻ അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്ന മൂവി പറഞ്ഞാല് നമ്മുടെ ലാലേട്ടന്റെ അനന്തരവൻ സംവിധാനം ചെയ്യുന്ന, അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്ത പച്ച എന്ന മൂവിയിൽ അദ്ദേഹം റിംഗ് മാസ്റ്റർ ആയിട്ട് ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ഒരു അടിപൊളി ക്യാരക്ടറാണ്. എന്തായാലും അത് മമ്മൂക്കയുടെ ഒരു കരിയറിലെ അടിപൊളി ക്യാമിയോ റോൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാട്രിയോട്ടിന്റെ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ സീൻസ് ആണ്. അത് മുന്നേ പറഞ്ഞതാണ്. അപ്പൊ അതാണ് അദ്ദേഹം ഇനി അത് കഴിഞ്ഞ് ചെയ്യാൻ. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു മാസ് പടം വരികയാണ്. നിതീഷ് സഹദേവന്റെ ഒരു തട്ടുപൊളിപ്പൻ പടം വരാനുണ്ട്. അതിനുശേഷമാവും നമ്മുടെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആ ഒരു ഭയങ്കര സംഭവമായിട്ട് ഇപ്പോ എന്താ നമുക്ക് തന്ന ഒരു മൂവി ഉണ്ടല്ലോ, ആ മൂവി അതായത് ലോഡിന്റെ ഷൂട്ടൊക്കെ തുടങ്ങുക. ഒരുപാട് വമ്പം പടങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതുപോലെ ലോക 2 അദ്ദേഹത്തിന്റെ റോള് നമുക്ക് കാണാം. മാത്രമല്ല അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമോ എന്നുള്ളൊരു എന്താ പറയുക പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. കൊടുമൺ പോറ്റിക്ക് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ് അവാർഡിന് ഒരു എന്താ പറയാ ഒരു വിശ്വസ്തത ഉണ്ടാവില്ല എന്നുള്ളതാണ് എല്ലാവരും. ഞാൻ നേരിട്ട വീഡിയോയിലൊക്കെ ഒരുപാട് പേരുടെ കമന്റ്. കാരണം എല്ലാവരും അദ്ദേഹത്തിന് ഡിസേർവ് ചെയ്യണം, അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മറ്റുള്ള ഒരാൾക്ക് ആ ഒരു അവാർഡ് കിട്ടുന്നതല്ല, അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സാധനമാണ് അത് അദ്ദേഹത്തിന് തന്നെ കിട്ടണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സർക്കാരും അത് തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നവംബർ 1-നാണ്, ഒക്ടോബർ 31 അതായത് ഇന്നാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് മിക്കവാറും നാളെയാകാൻ ചാൻസ് ഉണ്ട്. നാളെ നമ്മുടെ കേരളപ്പിറവിയാണ്. ആ ഒരു കേരളപ്പിറവിയിൽ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ കമലഹാസനൊക്കെ പങ്കെടുക്കുന്ന ഒരു കേരളത്തിന്റെ ഒരു പരിപാടി ഉണ്ട്. ചിലപ്പോൾ അതിൽ പ്രഖ്യാപിക്കാം എന്ന് വിചാരിക്കണം. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇനി ഒരുപാട് അദ്ദേഹത്തിന്റെ നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്തായാലും വന്നു. ഇനി അദ്ദേഹം കുറച്ചു കാലം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തോളി, കമന്റ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ.